ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടി ബ്രസീലിൻ്റെ പരിശീലകനായി വന്നതിന് ശേഷം ഇതുവരെ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഭാഗമാവാൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടില്ല. പരിക്ക് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. എന്നിരുന്നാലും നെയ്മറെ ടീമിൽ ഉൾപ്പെടുത്താനുള്ള അവസരം ആഞ്ചലോട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നെയ്മറെ മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഫിസിക്കൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ടീമിൽ ഉൾപ്പെടുത്താത്തത്. അതുകൊണ്ട് തന്നെ അടുത്ത വേൾഡ് കപ്പിനുള്ള ബ്രസീലിയൻ ടീമിൽ നെയ്മർ ഉണ്ടാവില്ല എന്ന ആശങ്ക പല ആരാധകർക്കും ഇടയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടിയോട് പുതിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്താം, അതിനുള്ള സാധ്യതകൾ ഇപ്പോഴും വലിയ രൂപത്തിൽ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ നെയ്മറുടെ ഫിസിക്കൽ ഫിറ്റ്നസ് അതിൻ്റെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറണം എന്ന ഒരു കണ്ടീഷനാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്താനുള്ള എല്ലാവിധ സാധ്യതകളും ഇപ്പോഴുമുണ്ട്. പക്ഷെ സത്യം എന്തെന്നാൽ ഇന്നത്തെ ഫുട്ബോളിൽ പലവിധ ഡിമാൻഡുകളും ഉണ്ട്. ഇന്ന് ഫുട്ബോൾ കളിക്കാൻ ടാലന്റ് മാത്രം ഉണ്ടായാൽ പോരാ, നല്ല ഫിസിക്കൽ കണ്ടീഷൻ കൂടി വേണം, ഇന്റൻസിറ്റിയും വേണം. നെയ്മറെ അദ്ദേഹത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ലെവലിൽ ലഭിക്കണം. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മറോട് ആഞ്ചലോട്ടിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പക്ഷെ വേൾഡ് കപ്പ് കളിക്കാൻ ആവശ്യമായ ഫിസിക്കൽ ഫിറ്റ്നസ് നെയ്മർ ജൂനിയർ വീണ്ടെടുക്കേണ്ടതുണ്ട്. നെയ്മർക്ക് ടാലന്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഹൈ ലെവൽ ഫുട്ബോൾ കളിക്കാൻ ആവശ്യമായ ഫിസിക്കൽ ഫിറ്റ്നസ് വേണം. എന്നാൽ മാത്രമാണ് വേൾഡ് കപ്പിനുള്ള ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയുള്ളൂ എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ട് കാണാം.